ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി ആണ്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവരുടെയും എനർജി ആയിട്ട് ഇത് മാച്ച് ചെയ്യണമെന്നില്ല. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ നമ്മുടെ എനർജി ആയിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തവർ ഇത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു വിട്ടേക്കുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും, ഈ ഒരു റിലേഷൻഷിപ്പിൽ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിയിലൊക്കെ നല്ല ഭയങ്കര സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അതായത് ആ ഒരു പേഴ്സണും നിങ്ങളും തമ്മിൽ നല്ല രീതിയിൽ എല്ലാ കാര്യത്തിലും നല്ല ബാലൻസ്, അതായത് സ്റ്റാർട്ടിങ്ങിലാണേ നല്ലൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആയിരുന്നു. അയാൾക്ക് നിങ്ങളോട് വളരെയധികം ഡീപ്പായിട്ടുള്ളൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾക്ക് ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പൈസ വേണമെന്നൊക്കെ ഉണ്ട്. അതോടൊപ്പം അയാളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അതേപോലെ പ്രൊട്ടക്ട് ചെയ്യും. അവർക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ, അതായത് ലക്ഷറിയസ് ലൈഫ് നിങ്ങൾക്കും തരണം, അല്ലെങ്കിൽ അയാളുടെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അയാള് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു നല്ല ഒരു വാല്യൂ ഉള്ള ഒരു ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത്രയ്ക്ക് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സ്നേഹമൊക്കെ ആയിരുന്നു ഈ ഒരു പേഴ്സണ്. അപ്പൊ എല്ലാം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ നല്ലതിന് വേണ്ടിയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഒരു ഡിസ്റ്റൻസിലാണ്, നിങ്ങൾ വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു തരത്തിൽ ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലായിപ്പോയി. അതായത് ഒരിക്കൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാർ എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ നിങ്ങൾ തമ്മിൽ അകന്നു. അതിൻ്റെ ഇടയിൽ എന്താണ് പറ്റിയതെന്ന് പോലും നിങ്ങൾക്കറിയാൻ വയ്യ. അപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് തോന്നാറുണ്ട്, ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാല് ഇപ്പോഴത്തെ ഒരു ലൈഫിൽ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി, നിങ്ങൾ ഭയങ്കര സങ്കടപ്പെട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയതുകൊണ്ട്. പക്ഷെ നിങ്ങൾ ആ ഒരു വ്യക്തി നോക്കുമ്പോൾ ആ ഒരു പേഴ്സണ് ഭയങ്കര ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അയാൾ നല്ല രീതിയിലാണ് അയാളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ഒരു ഈവിളായി കണ്ണ്, അതല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക്, അങ്ങനെയുള്ള ഒരു ഇതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവായിട്ട് ഒരു എനർജിയുടെ ഒരു കാര്യം കാണുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മേ ബി നിങ്ങളോടായിരിക്കാം, അതല്ലെങ്കിൽ ആ ഒരു പേഴ്സണോടായിരിക്കാം വേറെ ആൾക്കാർക്കൊക്കെ ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്മൂത്ത് ആയിട്ടും ഒക്കെ പോകുന്ന കണ്ടപ്പോൾ ആൾക്കാർക്ക് നിങ്ങളോട് കുശുമ്പും, അതല്ലെങ്കിൽ എനിക്ക് കിട്ടാത്തതാണ് അവൾക്ക് കിട്ടിയത്, അല്ലെങ്കിൽ അവന് കിട്ടിയതെന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു ചിലപ്പോൾ അങ്ങനെയൊക്കെ ഒരു എനർജി, ചിലപ്പോൾ റിലേഷൻഷിപ്പ് തന്നെ, അതായത് സ്നേഹത്തിന്റെ, അതായത് ലവേഴ്സ് എന്ന രീതിയിൽ ആ ഒരു ആംഗിളിൽ കാണുന്ന ആൾക്കാർ മാത്രമല്ല, ചിലപ്പോൾ ഫാമിലിയിൽ ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് തന്നെ ചിലപ്പോൾ കുശുമുണ്ടാവും. അപ്പോൾ അവര് നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ അതിനു വേണ്ടി ചിലപ്പോൾ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ കണ്ണ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഈ ഒരു ബന്ധം കംപ്ലീറ്റ് ആയിട്ട് വേറൊരു ആംഗിളിലോട്ട് പോകാനുള്ള കാര്യം എന്ന് പറയുന്നത്. ശരിക്കും നല്ല ഒരു ബ്ലാക്ക് മാജിക്കിന്റെ ഒരു എനർജി നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എന്തായിരുന്നു, അതായത് നിങ്ങൾ വളരെയധികം സ്നേഹിച്ച് പോയിക്കൊണ്ടിരുന്ന ആ ഒരു ബന്ധം കംപ്ലീറ്റ് ആയിട്ട് അത് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തു. അതായത് ഉണ്ടായിരുന്ന ആ നല്ല സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ബന്ധം കംപ്ലീറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് രീതിയിലായി, വല്ലാത്തൊരവസ്ഥയിൽ കൂടെ നിങ്ങൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ മിണ്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കുറ്റങ്ങൾ പറയുന്ന എന്നുവെച്ചാൽ അങ്ങനത്തെ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു എനർജിയിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സ്റ്റേജ് ഇതാണ്. നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ മാത്രം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിയതിനു ശേഷം പ്രത്യേകിച്ച് കാര്യങ്ങളിലും സങ്കടവും ഒന്നുമില്ല. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിലും ഒരുപാട് പല തരത്തിലുള്ള ഡിപ്രഷനിൽ ഇമോഷണലി ഒരുപാട് തകർന്നും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെയൊക്കെ പോകുന്നതാണ് നിങ്ങൾ. പക്ഷെ ഇയാളിലോട്ട് നോക്കുമ്പോൾ ഇയാൾക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ കാര്യങ്ങളും ഒരു കുറ്റവും ഒന്നും തന്നെ ഇല്ല. ഇയാൾ നല്ല രീതിയിലാണ് ഇയാൾ പോകുന്നത്. ഇയാൾക്ക്
ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഇയാൾ ഉണ്ടായിരുന്നു എന്ന് പോലും അയാൾ അങ്ങനെ കാണിക്കാത്ത രീതിയിൽ, അതായത് അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇയാളുടെ ഉള്ളില് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇയാൾക്ക് പ്രോപ്പറായിട്ടൊരു ഉറക്കം കിട്ടുന്നില്ല. ഇയാൾ പല രാത്രികളും ഉറങ്ങാതിരുന്ന് വിഷമിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് വെളിയിൽ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന, നിങ്ങളെ വിശാലമായിട്ട് ചിലപ്പോൾ എല്ലാവരോടും, ഫ്രണ്ട്സിനോടും ഫാമിലിയോടും റിലേറ്റീവ്സിനോടൊക്കെ ചിലപ്പോൾ നിങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പേഴ്സൺ ഉള്ളിൽ അമർത്തി, അതായത് ഈ വിഷമവും കാര്യങ്ങളൊക്കെ ഇയാളുടെ ഉള്ളിൽ അമർത്തി വെച്ചിരിക്കുകയാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഇയാൾക്ക് എന്താണ്, ഈ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ എനർജി ആയതുകൊണ്ട് ഇയാൾക്ക് ഉള്ളിൽ നിന്ന് നിങ്ങളോട് ഇഷ്ടമുണ്ട്. പക്ഷെ എന്തൊക്കെയോ ഫോഴ്സുകൾ കൊണ്ട് ഇതിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഒരു പ്രസൻസും നിങ്ങളുടെ ഫീലിങ്സും അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടമൊക്കെ ഇയാൾക്ക് അറിയുന്നുണ്ട്, ഇയാൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇയാൾക്ക് അതിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ വേറൊരു എനർജിയാണ് ഇയാൾ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ എനർജീനെ, അതായത് നിങ്ങൾ ഏത് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ കണ്ണ് ഈവിളായി, അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക് കാര്യങ്ങളൊക്കെ എല്ലാം നടക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജീസ്, അത് നമ്മൾ പറയുമ്പോൾ അതെല്ലാം നെഗറ്റീവ് എനർജീസ് ആണ്. ഈ നെഗറ്റീവ് എനർജീസ് ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് വരാതിരിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ ഈ നെഗറ്റീവ്സ് വരും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ നമ്മളായി മാറുക, അതുപോലെ തന്നെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, പിന്നെ നമ്മൾ നമ്മുടെ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നമ്മളുമായിട്ട് മാച്ച് അല്ലാത്ത എനർജീസ് നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് നമ്മൾ പോവുക. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു എനർജിയുടെ ഇത് നല്ലതുപോലെ ഉണ്ട്. അപ്പൊ ആ ഒരു പേഴ്സന്റെ ഉള്ളിൽ നല്ലതുപോലെ ഇഷ്ടമുണ്ട്. അയാളുടെ ഇമോഷൻസ് കടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് നിങ്ങളെ, പക്ഷെ അയാൾക്ക് ഇതിൽ നിന്നും വെളിയിൽ വരാൻ പറ്റുന്നില്ല. അപ്പോ അവരുടെ ജീവിതത്തിൽ അവർക്കെല്ലാം തന്നെ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. പിന്നെ അയാൾ സ്വന്തമായിട്ട്, അതായത് ചിലപ്പോൾ അയാൾ ഈയുടെ ഇമോഷൻസ് ഒന്നും വേറെ ആരോടും പറയാത്തത് കൊണ്ട് അയാൾ തനിയെ ഇരുന്നൊക്കെ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ തനിയെ നമ്മൾ സംസാരിക്കുമല്ലോ, അപ്പൊ അയാളുടെ ഇമോഷൻസ് നിങ്ങൾ അയാളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് പോലെ ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കാറുണ്ട്. അയാൾക്ക് ഷെയർ ചെയ്യാൻ ആരുമില്ല. അപ്പൊ അതുകൊണ്ട് അയാൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ തനിയെ ഇരുന്ന് സംസാരിച്ച് അയാളുടെ ഇമോഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ അങ്ങനെയാണ് പറഞ്ഞു തീർക്കുന്നത്. അതുപോലെ തന്നെ ഇയാൾ ഒരുപാട് നിങ്ങളെ പോലെ തന്നെ ഒരുപാട് അധികം വിഷമിക്കുന്നുണ്ട്. ഉള്ളിൽ ഒരുപാട് ഫീലിങ്സ്, ഇമോഷൻസും ഈ ഒരു വ്യക്തിക്കുമുണ്ട്. ഇയാളുടെ ഈ ഒരു ജീവിതത്തിൽ, അതായത് നിങ്ങളില്ലാത്തത് ഇപ്പോൾ അയാൾ ജീവിക്കുന്ന ജീവിതത്തിൽ അയാൾ ഒറ്റയ്ക്ക് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രോബ്ലംസ് അയാളുടെ ലൈഫിലുണ്ട്. അപ്പോൾ അതായത് ഈ ബ്ലാക്ക് മാജിക്കിന്റെ എനർജി കൊണ്ട് ചിലപ്പോൾ അയാളുടെ ജോലി കാര്യങ്ങൾ, ഫാമിലി, ഫിനാൻസ് എല്ലാത്തിനും പ്രശ്നങ്ങളുണ്ട്. എല്ലാത്തിനും ബ്ലോക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം അയാള് ഒന്നും പ്രോപ്പറായിട്ട് പോവാത്തത് കൊണ്ട് അയാൾ അതെല്ലാം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിപ്പോൾ ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അയാൾ വെളിയിൽ വരും. നിങ്ങൾക്ക്, അതായത് അയാൾ അതിൽ നിന്ന് വെളിയിൽ വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് അയാളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് അയാൾ തീർച്ചയായിട്ടും വെളിയിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരു ഇഷ്ടമില്ലാതെ പോവല്ല. ഇയാളെ ഈ ഒരു എനർജിയുടെ ഇതുള്ളത് കൊണ്ടാണ് ഇവരിങ്ങനെ മാറി നിൽക്കുന്നത്. പക്ഷെ ഇയാൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, അപ്പൊ അതൊക്കെ നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾ ചിലപ്പോ ഇയാൾക്ക് വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പൊ എന്തെങ്കിലും ആയിരിക്കും, അതായത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എടുക്കുക. അപ്പൊ ആ സിറ്റുവേഷനിലോട്ട് പോകാനുള്ള കാര്യം നിങ്ങൾ തമ്മിലുള്ള മറ്റുള്ളവർക്ക് കുശുമ്പും കാര്യങ്ങളൊക്കെ തോന്നിയപ്പോൾ ചെയ്തു വന്നിട്ടുള്ള നെഗറ്റീവ് എനർജീസിന്റെ കാര്യങ്ങൾ എവിടെ പോയാലും അയാളുടെ കണ്ണ് എപ്പോഴും നിങ്ങളുടെ അടുത്ത് തന്നെയാണ്. നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ വിചാരവും, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്ത് കാണിക്കുന്നു എന്നൊക്കെ തന്നെയാണ് ആ ഒരു പേഴ്സന്റെ ഉള്ളിലും ഉള്ളത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അയാൾക്കുണ്ട്. അയാള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലും. നിങ്ങൾ കാണിച്ചിട്ടുള്ള എല്ലാ സപ്പോർട്ട് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കൊക്കെ അയാൾക്ക് അത് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നും വെളിയിലോട്ട് വരാൻ അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അയാൾ അതിനെ ശ്രമിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ
കാണുന്ന രീതിയിലല്ല ആ ഒരു പേഴ്സൺ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് നിങ്ങളെ ഇട്ടിട്ട് പോയതിലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതിലൊക്കെ ഓർത്ത് അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിലെ കാര്യങ്ങളൊക്കെ വന്ന് മാറി നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിസ്റ്റൻസിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ഇയാളുടെ ജീവിതത്തിൽ ഇയാൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. അതായത് അയാൾക്ക് നിങ്ങളെ വേണമെന്ന് അയാളുടെ ഉള്ളിൽ വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പൊ അയാളുടെ ലക്ഷ്യം ഇപ്പൊ നിങ്ങളാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും കിട്ടണമെന്ന് അയാൾക്കുണ്ട്. അപ്പൊ എന്തൊക്കെ ലൈഫിൽ ആരൊക്കെ അയാളുടെ കൂടെ ഉണ്ടെങ്കിലും അയാളുടെ നോട്ടം നിങ്ങളിലേക്ക് തന്നെയാണ്. അപ്പൊ നിങ്ങളെ കിട്ടാൻ വേണ്ടി അയാൾ എന്തും ചെയ്യും, എന്ത് ഡിസിഷൻ എടുക്കും, ആരെയും അതായത് എന്ത് വേണമെങ്കിലും അയാളുടെ ലൈഫിൽ ചെയ്യും നിങ്ങളെ കിട്ടാൻ വേണ്ടി. അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയാണ്. ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ ഡിസ്റ്റൻസിൽ ഇരിക്കുന്നതിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ആ ഒരു പേഴ്സൺ ഇപ്പോ അതായത് നിങ്ങളെ വേണം അയാൾക്ക്. അപ്പൊ ആ ഒരു എനർജിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴയാളുടെ മൈൻഡിൽ നിങ്ങൾ മാത്രമാണ്. അപ്പൊ നിങ്ങൾ അയാളുടെ പാർട്ട്ണറാണ്. അയാൾക്ക് നിങ്ങളോട് നല്ല രീതിയിൽ ഒരു ഇഷ്ടമുണ്ട്. നിങ്ങൾക്കും അതുപോലെ തന്നെ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് അയാളോട് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അയാളുടെ മൈൻഡിൽ നിങ്ങൾ, അതായത് ഇപ്പൊ ഒരു ബബിൾ ഫേസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ഉണ്ടല്ലോ, അതിപ്പോ സ്റ്റിൽ അയാളുടെ മൈൻഡിൽ കൂടെ, അതായത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അന്ന് കണ്ട ആ ഒരു ഫസ്റ്റ് സമയത്തെ പറ്റി അയാൾ ആലോചിക്കുന്ന റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇമോഷൻസ് ഒക്കെ അയാൾ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്, അന്നത്തെ കാര്യങ്ങളൊക്കെ അയാൾ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അതേപോലത്തെ ഒരു എനർജി കൂടെയാണ് ഇപ്പൊ ആ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അയാളുടെ ജീവിതത്തിൽ നെക്സ്റ്റ് ലെവൽ, അതായത് മേ ബി ഒരു മാരേജ് ആണ്. മാരേജ് ആണ്. കാരണം എന്ന് വെച്ചാൽ മാരേജിനൊക്കെ പറ്റി അയാൾ ആലോചിക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ ശരിക്കും പറഞ്ഞാൽ അയാൾ മാരേജിനൊക്കെ പറ്റി ആലോചിക്കുകയും നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പോകണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കംപ്ലീറ്റ്ലി തകർത്ത് വേറൊരു ആംഗിളിലോട്ടാണ് ജീവിതം പോയത്. അപ്പൊ അതിൽ അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്ന എല്ലാ ബ്ലോക്സും മാറ്റി നിങ്ങൾ വീണ്ടും കോണ്ടാക്ട് ചെയ്യണമെന്ന് അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അയാൾക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങളെപ്പറ്റി. ഇപ്പൊ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസും ഇപ്പൊ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന എന്ത് പ്രോബ്ലം ഉണ്ടായത് നിങ്ങൾ മാറിക്കുന്നതിനെ പറ്റിയൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ വേണം എന്ന് ഒരിത് വന്നിട്ടുണ്ട്. അപ്പോൾ എത്രയൊക്കെ ബ്ലാക്ക് മാജിക് ഉണ്ടെങ്കിൽ, എത്രയൊക്കെ കണ്ണീർ ഉണ്ടെങ്കിലും അതൊക്കെ ഒരു ടൈമിൽ മാത്രമാണ്. നമ്മളുടെ വൈബ്രേഷന് നമ്മളും ഒക്കെ ഹയർ ലെവലിലോട്ട് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും മാറുന്നതാണ്. അതൊക്കെ നമുക്ക് തന്നെ അറിയില്ല, കുറച്ച് നാളത്തേക്കുള്ള. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ മാറി കഴിയുമ്പോഴും മേ ബി ഇപ്പോൾ അയാൾ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നതിന്റെ അർത്ഥം നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ആ ഒരു നെഗറ്റീവ് എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു പേഴ്സണ് നിങ്ങളെ പറ്റിയുള്ള ചിന്തകളൊക്കെ വരുന്നത്. അപ്പോൾ അയാൾ ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടം ശരിക്കും തന്നെയുണ്ട്. നിങ്ങൾക്ക് അയാളെ മിസ് ചെയ്യുന്ന പോലെ തന്നെ അയാൾക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. അത് ഒട്ടും പേടിയില്ലാതെ അയാൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ലൈഫിൽ എന്തൊക്കെ വന്നാലും ആരൊക്കെ എതിർത്താലും എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ശരി, ഞാൻ അതൊക്കെ മാറ്റി നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങളായിട്ട് ഒന്നിക്കാനൊക്കെ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ 100% നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് ശരിക്കും ഇപ്പോൾ ഒരിഷ്ടം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.